السلام عليكم ورحمة الله وبركاته. الحمد لله. اللهم صل على محمد وعلى آل محمد. أما بعد فاتقوا الله عباد الله. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ആഭരണത്തിന് സക്കാത്ത് കൊടുക്കേണ്ടതുണ്ടോ ഇല്ലേ എന്ന ഒരു തർക്കം പണ്ട് മുതലേ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു തർക്കമാണ്. അനുകൂലിച്ചും പ്രതികൂലിച്ചും അഭിപ്രായങ്ങൾ ആ വിഷയത്തിൽ പണ്ട് മുതലേ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ അഭിപ്രായ വ്യത്യാസമുണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളായ വിശുദ്ധ ഖുർആനിനോടും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ തിരുവചനങ്ങളോടും ഏത് അഭിപ്രായത്തിനാണ് മുൻഗണന നൽകുവാൻ സാധിക്കുക എന്നത് പരിശോധിക്കലാണല്ലോ പണ്ഡിതന്മാർ ഏത് കാലഘട്ടങ്ങളിലും സ്വീകരിക്കുന്ന നിലപാട്. അതല്ലാതെ ഭൂരിപക്ഷം എന്തു പറയുന്നു എന്ന് നോക്കിയിട്ടോ അതല്ലെങ്കിൽ ആളുകളുടെ താല്പര്യം എന്താണോ എന്ന് നോക്കിയിട്ടോ ഒന്നുമല്ലല്ലോ. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ സമൂഹത്തിൽ ആഭരണത്തിന് സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട് ഇല്ല എന്ന ഒരഭിപ്രായ വ്യത്യാസം എന്തുകൊണ്ട് വന്നു? നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഒരൽപ്പം അതിൻ്റെ കാര്യം. അതായത് ആഭരണത്തിന് ഉപയോഗിക്കുന്ന ആഭരണം അത് സക്കാത്ത് കൊടുക്കണം എന്നൊരു വിഭാഗം ആളുകൾ, സക്കാത്ത് കൊടുക്കേണ്ടതില്ല എന്ന് വേറൊരു വിഭാഗം ആളുകളും. ആ ഒരു തർക്കം നിലനിൽക്കുന്നൊരു സാഹചര്യത്തിൽ നമ്മുടെ നാട്ടിലെ ഒരു മുസ്ലിയാർ, ഒരു ഹുദവി, അദ്ദേഹം ആഭരണത്തിന് സക്കാത്ത് കൊടുക്കണം എന്ന് പറഞ്ഞ നമ്മുടെ സംസാരങ്ങളെ അദ്ദേഹം വളരെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ, പല വിധത്തിലുള്ള ആരോപണങ്ങളും നമ്മുടെ മേൽ എയ്തു വിടുന്ന വിധത്തിൽ ഒരു വിശദീകരണം അദ്ദേഹം നൽകിയിട്ടുണ്ട്. അതിനെ സംബന്ധിച്ചാണ് എനിക്ക് ഇന്ന് നിങ്ങളോട് ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുവാനുള്ളത്. ആദ്യമായി ആ വിമർശനം നടത്തിയ ഹുദവി നമ്മുടെ നേരെ ഒരുപാട് ദുരാരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. വരികൾക്കിടയിലൂടെ അദ്ദേഹം വളരെ അതിവിദഗ്ധമായി പല ആരോപണങ്ങൾ, നമുക്കില്ലാത്ത പലതും നമ്മുടെ മേൽ അദ്ദേഹം വെച്ച് കെട്ടുന്നുണ്ട്. അതൊക്കെ മാന്യമാണോ എന്ന് വിമർശകനായ ഹുദവി ചിന്തിക്കണമെന്നാണ് എനിക്ക് ആമുഖമായി സൂചിപ്പിക്കുവാനുള്ളത്. അദ്ദേഹത്തിൻ്റെ ആ ഏതാണ്ട് അരമണിക്കൂർ നീണ്ടു നിൽക്കുന്ന സംസാരത്തിൻ്റെ മധ്യേ പലയിടങ്ങളിലായി അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഞാൻ നിങ്ങളെ അത് കേൾപ്പിക്കുകയാണ്. ഒന്ന്, മദ്ഹബിൻ്റെ ഇമാമിയങ്ങൾ പറഞ്ഞു വെച്ച വിഷയങ്ങളെ മറികടന്നുകൊണ്ട് സംസാരിക്കുന്നത് വളരെ അപകടകരമാണ് എന്നാണ് മൂപ്പരാദ്യം പറഞ്ഞു വെക്കുന്നത്. മനസ്സിലായോ? എന്താ പറയുന്നത്? മദ്ഹബിൻ്റെ ഇമാമുകൾ പറഞ്ഞു വെച്ച വിഷയങ്ങളെ മറികടന്നുകൊണ്ട് സംസാരിക്കുന്നത് വളരെ അപകടകരമാണ്. എന്താ ഇദ്ദേഹം ധ്വനിപ്പിക്കുന്നത്? ആഭരണത്തിന് സക്കാത്ത് ഉണ്ട് എന്ന് പറയുന്ന നമ്മെപ്പോലെയുള്ള പ്രഭാഷകന്മാരൊക്കെ എന്താ ചെയ്യുന്നത്? മദ്ഹബിൻ്റെ ഇമാമുകൾ പറഞ്ഞു വെച്ച വിഷയങ്ങളെ മറികടന്നുകൊണ്ട് സംസാരിക്കുകയാണ്. എന്താണ് ഈ മുസ്ലിയാർ? ഇവിടെ നീതിയാണോ മുസ്ലിയാരെ നിങ്ങൾ ഈ പറഞ്ഞത്? മദ്ഹബിൻ്റെ ഇമാമിയങ്ങൾ എന്ന് പറഞ്ഞാൽ കൊടുക്കണ്ട എന്ന് പറഞ്ഞ മദ്ഹബ് മാത്രമേ ഉള്ളൂ. കൊടുക്കണം എന്ന് പറഞ്ഞ സക്കാത്തുണ്ട് ആഭരണത്തിന് എന്ന് പറഞ്ഞ മദ്ഹബുകളില്ലേ? അവരുന്നയിച്ച വാദങ്ങളും അവരുന്നയിച്ച അഭിപ്രായങ്ങളും തെളിവുകളും എടുത്തു പറഞ്ഞാൽ അത് അവരെ പറയുന്നതിന് മറികടന്ന് പറയല. എവിടുന്നാ നിങ്ങൾ ഈ നീതിബോധം പഠിച്ചത്? അതാണ് എനിക്ക് ഒന്നാമതായി ചോദിക്കുവാനുള്ളത്. മറ്റൊന്ന്, നിങ്ങൾ ഞങ്ങളുടെ മേൽ ഉന്നയിക്കുന്ന ആരോപണം എന്താണ്? സ്വയം മുജ്തഹിദ് ചമയുന്നവരോട് എനിക്ക് സംസാരമില്ല. കണ്ടോ? അപ്പം നമ്മളൊക്കെ ഖുർആനും ഹദീസിനൊക്കെ നേരിട്ട് ഇങ്ങോട്ട് ഗവേഷണം ചെയ്തിട്ട് വിധി പറയുന്നവരും മൂപ്പര് ആലിമീങ്ങളൊക്കെ നോക്കിയ ഖുർആനും ഹദീസിനൊക്കെ നോക്കിയ ആലിമീങ്ങൾ എന്താണോ പറഞ്ഞത് അത് മാത്രം പറയുന്ന നല്ല കുട്ടിയാണ്. നമ്മളൊക്കെ സ്വന്തം ഗവേഷണം ചെയ്തിട്ട് ഉലമാക്കളൊന്നും പറഞ്ഞതൊന്നും നോക്കാതെ സമൂഹത്തിൻ്റെ മുമ്പിൽ അങ്ങോട്ട് പറയുന്ന ആൾക്കാരാണ്. എന്തിനാണ് ഹുദവി ഈ കബളിപ്പിക്കൽ? നമ്മൾക്ക് ആ സ്വഭാവം ഉണ്ടോ? നമ്മൾ ആഭരണത്തിന് സക്കാത്തുണ്ട് എന്ന് പറഞ്ഞത് നമ്മൾ ഖുർആനും ഹദീസും നിർത്തി വെച്ചിട്ട് സ്വയം അങ്ങോട്ട് ഗവേഷണം ചെയ്ത് പറഞ്ഞതാ? സ്വയം മുജ്തഹിദ് ചമഞ്ഞതാ? എന്താ നിങ്ങൾ ഈ പറയുന്നതിൻ്റെ പൊരുൾ? മഹാന്മാരായ മുൻഗാമികളായ ആളുകൾ തന്നെ, മദ്ഹബിൻ്റെ ഉലമാക്കൾ തന്നെ പ്രമാണങ്ങളായിട്ട് പറഞ്ഞതല്ലേ? ഉണ്ട് എന്ന് പറഞ്ഞ മദ്ഹബിൻ്റെ ആളുകൾ പറഞ്ഞ പ്രമാണങ്ങൾ തന്നെയല്ലേ ഞങ്ങളും എടുത്തു പറഞ്ഞത്? അതിലപ്പുറം എന്താ ഞങ്ങളുടെ വകയായിട്ട് പറഞ്ഞത്? അപ്പം ആ വാദവും നിങ്ങൾ ഒരു മാന്യതയ്ക്ക് യോജിച്ച ആരോപണമല്ല എന്ന് സ്നേഹബുദ്ധിയെ ഓർമ്മപ്പെടുത്തുകയാണ്. മൂന്നാമത് നിങ്ങൾ പറഞ്ഞാൽ എന്താണ്? ഉലമാഇൻ്റെ അഭിപ്രായത്തെ ചവിട്ടി താഴ്ത്തിയിട്ട് ഒന്നോ രണ്ടോ ഹദീസ് കാണിച്ച് സംസാരിക്കുന്നത് മിനിമം ആലിമീങ്ങളോട് കാണിക്കുന്ന ധിക്കാരമാണ്. അത് ചെയ്യരുതെന്നാണ് ഇത്തരം ആളുകളോട് പറയാനുള്ളത്. മൂപ്പരുടെ വക ഉപദേശമാണ്, സ്വീകരിച്ചു. പക്ഷെ ആരോടാ ഹുദവി നിങ്ങളിത് പറയുന്നത്?
ഉലമായിൻ്റെ അഭിപ്രായത്തെ ചവിട്ടിത്താഴ്ത്ത്. നമ്മളിവിടെ ഉലമാക്കളുടെ അഭിപ്രായത്തെ ചവിട്ടിത്താഴ്ത്തിയോ? അങ്ങനെ ചവിട്ടിത്താഴ്ത്തിയോ? ഒന്നോ രണ്ടോ ഹദീസുകൾ എടുത്തു കാണിച്ച് സംസാരിക്കുന്നത് ആലിമീങ്ങളോട് കാണിക്കുന്ന ധിക്കാരാണ്. എത്ര വലിയ ഗുരുതരമായ ആരോപണമാണ് ഹുദവി നിങ്ങൾ ഈ വിമർശനത്തിൽ പറയുന്നത്. ഒന്നോ രണ്ടോ ഹദീസ് എടുത്തിട്ട് നമ്മളെ വകയായിട്ട് പറഞ്ഞതാ. ഇതിന് സക്കാത്ത് കൊടുക്കണം എന്ന് അഭിപ്രായമുള്ള മദ്ഹബിൻ്റെ ഉലമാക്കൾ തന്നെ പ്രമാണങ്ങളായിട്ട് എടുത്തു കൊടുത്ത ഹദീസുകളല്ലേ ഞങ്ങളും എടുത്തുദ്ധരിച്ചത്? ഞങ്ങളെ വകയായിട്ട് പറഞ്ഞതാ. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ആരോപണവും മാന്യതക്ക് നിരക്കുന്നതായില്ല. ഇനി നാലാമത് നിങ്ങൾ എന്താ പറഞ്ഞത്? എന്താണ് പണ്ഡിതന്മാർ പറഞ്ഞതെന്ന് നോക്കുക പോലുമില്ല. അവർക്കത് വിഷയമല്ല. ആർക്ക്? നമ്മൾക്ക് ആഭരണത്തിന് സക്കാത്ത് ഉണ്ട് എന്ന് പറയുന്ന നമ്മൾക്ക് പണ്ഡിതന്മാരെന്താ പറഞ്ഞത് നോക്കുക പോലുമില്ല. അവർക്കത് വിഷയമല്ല. അവരിങ്ങനെ വിളിച്ചു പറഞ്ഞാൽ മതി എന്നാണ്. ഇത് മാന്യതയ്ക്ക് നിരക്കുന്നതാണോ ഹുദവി ഈ ആരോപണം? ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വാദമുണ്ടോ? പണ്ഡിതന്മാർ പറയുന്നതൊന്നും നോക്കുക പോലുമില്ല. പിന്നെ ആര് പറഞ്ഞത് നോക്കിയിട്ട് ഞങ്ങളിത് പറയുന്നത്? അവരുടെ അഭിപ്രായങ്ങൾ അവർ പ്രമാണങ്ങൾ ഉദ്ധരിച്ച് പറഞ്ഞത്, ആ പ്രമാണങ്ങൾ അവരുദ്ധരിച്ചതുപോലെ ആ പ്രമാണങ്ങൾ ഉദ്ധരിക്കല്ലേ ഞങ്ങളും ചെയ്തത്. പിന്നെന്തിനാ നിങ്ങൾ ഈ ദുരാരോപണം ഞങ്ങൾക്ക് നേരെ ഇത് വിടുന്നത് വലിയ മാന്യത ചമഞ്ഞുകൊണ്ട്? ഇനി നിങ്ങൾ അടുത്ത വാചകം എന്താണ്? ജുംഹൂർ പറഞ്ഞതല്ലേ നമ്മൾ നോക്കേണ്ടതുള്ളൂ. അപ്പൊ ഭൂരിപക്ഷം പറഞ്ഞതല്ലേ നോക്കേണ്ടതുള്ളൂ. ആ ഉസൂല്, ആ അസിൽ നിങ്ങൾക്ക് എവിടുന്നാ കിട്ടിയത്? ഭൂരിപക്ഷം പറഞ്ഞതാണ് ദീനിൽ തെളിവ് എന്ന് ഏത് കിതാബിലാ ഉള്ളത്? അങ്ങനെ ഒരു കിതാബിലുണ്ടോ? ഭൂരിപക്ഷം പറഞ്ഞതാണ് എല്ലാ വിഷയത്തിലും ഇസ്ലാമിലെ തെളിവ്, അതേ സത്യമാവുകയുള്ളൂ, ന്യൂനപക്ഷത്തിൻ്റെ ഒരു തെളിവാവൂല, അല്ലെങ്കിൽ അത് ശരിയാവൂല എന്ന് നിങ്ങളുടെ ഏത് കിതാബിലാണ് പറഞ്ഞത് ഹുദവി? മാന്യതയ്ക്ക് നിരക്കുന്നതാണോ നിങ്ങളുടെ ഈ സംസാരം? നിങ്ങളതൊന്ന് പരിശോധിക്കണം എന്ന് പറയൂ നിങ്ങൾ. ആറാമതായി നിങ്ങൾ പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയോ? സ്വയം മുജ്തഹിദ് ചമയുന്നവരോട് ഞാൻ മറുപടി പറയൂല. നമ്മൾ സ്വയം മുജ്തഹിദ് ചമയുന്ന ആൾക്കാർ ആഭരണത്തിന് സക്കാത്ത് ഉണ്ട് എന്ന് പറഞ്ഞത് ഇപ്പം എങ്ങനെയാണ്? നമ്മൾ ഗവേഷണം നടത്തിയിട്ട് വലിയ ഇമാമിയങ്ങളൊക്കെ പോലെ നമ്മളാണ് പറഞ്ഞതാണ്. എന്നിട്ട് മൂപ്പര് പറഞ്ഞൊരു കാര്യം നോക്കൂ നിങ്ങൾ. അവരോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാരണം എന്താ അത്രേ? ഞാനും ഷാഫി ഇമാമിനെ പോലെയാണ്, എനിക്കും അങ്ങനെയൊക്കെ അഭിപ്രായം പറയാവുന്ന ആൾക്കാരോട് പിന്നെ എന്ത് പറയാനാണ് എന്ന മട്ടിലാണ് ആര് സംസാരിക്കുന്നത്? ഹുദവി സംസാരിക്കുന്നത്. ഹുദവി, ഇത് മാന്യതയ്ക്ക് നിരക്കുന്ന ഒരു ആരോപണമാണോ? നമ്മൾ ആരെങ്കിലും അങ്ങനെ പറയാറുണ്ടോ? നമ്മൾ ഈ മദ്ഹബിൻ്റെ വലിയ ഇമാമിയങ്ങളൊക്കെ പോലെ ഞാനും അവരെ പോലെ തന്നെ മഹാപണ്ഡിതനാണ്, ഞാനും മുജ്തഹിദാണ്, എനിക്കും അങ്ങനെ ഷാഫി ഇമാമിന് അഭിപ്രായം പറയാമെങ്കിൽ എനിക്കും അഭിപ്രായം പറയാം എന്നൊക്കെ ഞങ്ങൾ ആരാണ് നിങ്ങളോട് പറയാറുള്ളത്? എന്തിനാണ് നിങ്ങൾ ഈ വിധത്തിൽ മാന്യനായി ചമഞ്ഞുകൊണ്ട് ഇല്ലാത്ത ദുരാരോപണങ്ങൾ, അതും കടുത്ത ദുരാരോപണങ്ങൾ എന്തിനാണ് ഹുദവി നിങ്ങൾ പറയുന്നത്? പ്ലീസ് ദയവായി നിങ്ങളൊന്ന് പുനഃപരിശോധിക്കണം. ഇനി നിങ്ങൾ പറഞ്ഞതെന്താ? പുത്തനാശയക്കാർക്ക് എന്താ അസുഖം ഉണ്ടോ? നമ്മൾ പുത്തനാശയക്കാരാണ്. ആര്? സക്കാത്ത്, ആഭരണത്തിന് സക്കാത്ത് കൊടുക്കണം എന്ന അഭിപ്രായമുള്ളവർ പുത്തനാശയക്കാരാണ്. എന്നിട്ടോ ആലിമീങ്ങള്, ഫുഖഹാക്കള് എന്തു പറയുന്നു എന്നൊക്കെ പരിശോധിച്ചിട്ട് പറഞ്ഞാൽ പോരെ? വല്ലാത്തൊരു ഫിത്നയാണിത്. അപ്പം എന്താ ഹുദവി നമ്മുടെ മേൽ ഉന്നയിക്കുന്ന ആരോപണം എന്താ? ആലിമീങ്ങളും ഫുഖഹാക്കളും ഒക്കെ ഈ വിഷയത്തിൽ എന്താ പറഞ്ഞതെന്ന് പരിശോധിക്കാതെ എടുത്തു ചാടി നമ്മളിവിടെ ഫിത്ന ഉണ്ടാക്കുകയാണ്. മാന്യതയ്ക്ക് നിരക്കുന്നതായോ പ്രിയപ്പെട്ട ഹുദവി? പ്ലീസ് നിങ്ങൾ ചിന്തിക്കണം. നിങ്ങൾ ഈ വിധത്തിൽ ഇങ്ങനെ സംസാരിക്കല്ലേ. നിങ്ങൾ സംസാരിക്കുമ്പോൾ ഉള്ളത് പറഞ്ഞോളൂ. അതല്ലേ ഏറ്റവും നല്ലത്? അതല്ലേ ആരോഗ്യപരമായ ഒരു രീതി? അത് നിങ്ങൾക്ക് ഇനി പ്രത്യേകം പറഞ്ഞു തരേണ്ടതുണ്ടോ? അപ്പം അതുകൊണ്ട് ഈ വിധത്തിലുള്ള 6-7 ആരോപണങ്ങൾ നിങ്ങൾ നിങ്ങളുടെ അരമണിക്കൂർ പ്രസംഗത്തിൻ്റെ അകത്ത് പലയിടങ്ങളിലായിട്ട് തിരികെ കയറ്റിയിട്ടുണ്ട്. സമർത്ഥമായി നിങ്ങൾ അതൊക്കെ ഒളിപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. നിഷേധിക്കാൻ നിങ്ങൾക്ക് കഴിയില്ലല്ലോ. ആ അരമണിക്കൂർ സംസാരം കേൾക്കുന്ന ആളുകൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് കണ്ടെടുക്കാനാകും. ഇനി വിഷയത്തിലേക്ക് വരട്ടെ. അപ്പം ആഭരണത്തിന് സക്കാത്തുണ്ട് എന്ന് ഒരു മദ്ഹബും പറഞ്ഞിട്ടില്ല എന്നാണോ ഇസ്ലാരെ നിങ്ങളുടെ വാദം? അല്ല, അപ്പം മദ്ഹബിൻ്റെ ഇമാമിങ്ങളൊക്കെ മറികടന്ന അഭിപ്രായം പറയണമെന്നല്ലേ പറഞ്ഞത്? നിങ്ങളെന്തായി പറയുന്നത്? എത്ര മദ്ഹബുകൾ അനുകൂലിക്കുന്നുണ്ട്, എത്ര മദ്ഹബുകൾ എതിർക്കുന്നുണ്ട്? നിങ്ങളിപ്പോൾ പറഞ്ഞു എന്ത്? ഞങ്ങൾ ഷാഫികളാണ്, ഞങ്ങൾക്ക് ഷാഫി മദ്ഹബ് നോക്കിയാൽ മതി. ആ ഷാഫി ഇമാമിൻ്റെ പോലും അഭിപ്രായം എന്താണ്? ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. ഷാഫി മദ്ഹബിൽ തന്നെയും എല്ലാവരും യോജിച്ചുകൊണ്ട് ആഭരണത്തിന് സക്കാത്ത് കൊടുക്കേണ്ടതില്ല എന്നുള്ള വാദക്കാരാണോ? അപ്പം ഷാഫി മദ്ഹബ് മുഴുവൻ ആ വാദക്കാരല്ല. കൊടുക്കണം എന്ന് പറയുന്നവരുണ്ട്, കൊടുക്കണ്ട എന്ന് പറയുന്നവരുണ്ട്. ഇനി ഹംബലി മദ്ഹബ് എല്ലാവരും ആ വാദക്കാരാ? അല്ല, കൊടുക്കണം എന്ന് പറയുന്നവരും കൊടുക്കണ്ട എന്ന് പറയുന്നവരുണ്ട്. മാലിക്കി മദ്ഹബ്, ശരി, മാലിക്കി മദ്ഹബിൻ്റെ അപ്പുറത്ത് ഹനഫി മദ്ഹബ് പൂർണ്ണമായും എന്തു പറയുന്നു? ഹനഫി മദ്ഹബ് ഇത് കൊടുക്കണം എന്ന് പറയുന്ന ആൾക്കാരാണ്. ഇനി മാത്രമല്ല, ഇമാം ഔസാഇയുടെ മദ്ഹബ്, അതേപോലെ തന്നെ ദാവൂദുൽ ലാഹിരിയുടെ ലാഹിരിയ മദ്ഹബ്,
ഇവരൊക്കെ ഏത് വീക്ഷണക്കാരാ? ആഭരണത്തിന് സക്കാത്ത് കൊടുക്കണം എന്ന് പറഞ്ഞവരാ. ഇവരൊക്കെ എന്താണോ അതിന് തെളിവായി ന്യായങ്ങളായി സമർത്ഥിച്ചതെങ്കിൽ ആ സമർത്ഥിച്ച പ്രമാണങ്ങൾ ആയത്തും ഹദീസുകളുമാണ് ഞങ്ങളും ഇവിടെ സമൂഹത്തോട് ഇങ്ങനെ ആഭരണത്തിന് സക്കാത്തുണ്ട് എന്ന് പറയുവാൻ തെളിവാക്കുന്നത്. അതല്ലാതെ അവരുടെയൊക്കെ അഭിപ്രായങ്ങളെ ചവിട്ടിത്താഴ്ത്തലോ ഞങ്ങൾ സ്വന്തം ഖുർആനും ഹദീസും കൊണ്ട് നിർത്തി വെച്ചിട്ട് ഇജ്തിഹാദ് ചമഞ്ഞതോ ഒന്നുമല്ല. അത് നിങ്ങളൊന്നും മനസ്സിലാക്കണം. മനസ്സിലാക്കാതെ നിങ്ങൾ സംസാരിക്കരുത്, ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കരുത്. ഇനി നിങ്ങൾ നോക്കൂ, ഇനി നിങ്ങൾ പറഞ്ഞതെന്താ? ഒന്നോ രണ്ടോ ഹദീസ് കാണിച്ച് സംസാരിക്കുന്ന ഒരു ധിക്കാരാണ് നിങ്ങൾ പറഞ്ഞില്ലേ. ആഭരണത്തിന് സക്കാത്ത് ഉണ്ട് എന്ന് പറയുന്ന മദ്ഹബിന്റെ ആലിമീങ്ങൾ അടക്കമുള്ള പണ്ഡിതന്മാർ ഏതൊക്കെ ആയത്തുകളും ഹദീസുകളും തെളിവാക്കി ഉദ്ധരിച്ചോ അത് തന്നെയാ ഞങ്ങളും പറഞ്ഞത്. അപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ ഒരായത്താണ് ഓതുന്നത്, വല്ലദീന യക്രിസൂന الذهب والفضة ولا ينفقونها في سبيل الله فبشرهم بعذاب أليم. സ്വർണവും വെള്ളിയും ഒക്കെ കൻസായി നിധിയാക്കി കൂട്ടിവെക്കുകയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അത് ചെലവഴിക്കാതിരിക്കുകയും ചെയ്യുന്നവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ടെന്ന് സുവിശേഷമറിയിക്കൂ നബിയേ. ആ രൂപത്തിലുള്ള ലോഹങ്ങളൊക്കെ ഉരുക്കിയിട്ട് അവരുടെ നെറ്റിത്തടത്തിലും മുഖത്തും പാർശ്വഭാഗങ്ങളിലുമൊക്കെ പൊള്ളിക്കുന്ന ദിവസം വരാനുണ്ട് എന്ന് അടുത്ത ആയത്തിലും പറയുന്നു. ഇത് ഞങ്ങൾ പ്രസംഗത്തിൽ പറഞ്ഞതിന് മൂപ്പര് പറയണത് അങ്ങനെ ഒരായത്താണ്ട് ഓതിയിട്ടാണ് അർത്ഥം പറയാൻ ഇവർക്ക് എന്താണ് അതിനൊക്കെ ഇമാമികൾ എന്താ പറഞ്ഞു നോക്കണ്ടേ എന്ന് ഞങ്ങൾ നോക്കി മുസ്ലിയാരെ. നിങ്ങൾ മാത്രമല്ലല്ലോ നോക്കിയത്. ആഭരണത്തിന് സക്കാത്ത് കൊടുക്കണം എന്ന് പറയുന്ന മദ്ഹബിന്റെ ഉലമാക്കൾ ഈ ആയത്ത് തെളിവാക്കിയിട്ടല്ലേ പറഞ്ഞത്. ഇത് ഞങ്ങൾ കണ്ടുപിടിച്ചൊരു പുതിയ കണ്ടുപിടുത്ത. എന്താ നിങ്ങൾ ഇങ്ങനെ ഈ വിധത്തിൽ സംസാരിക്കുന്നത്? ഇനി നിങ്ങൾ പറഞ്ഞതെന്താണ്? ഹദീസുകളുണ്ടോ? ഹദീസുകൾ ഞങ്ങൾ ഉദ്ധരിച്ച ഹദീസുകളെയൊക്കെ ഒറ്റ ഹദീസും ഇല്ല വിഷയത്തിൽ സഹീഹ്ന. അപ്പൊ പറയുന്നത് കേട്ടാ എന്താ വിചാരിക്കുക? സക്കാത്ത് ആഭരണത്തിന് സക്കാത്ത് കൊടുക്കണ്ട എന്ന് പറയുന്ന ഹുദവിക്ക് ഏതോ ഒരായത്ത് തെളിവുണ്ട്, അതുപോലെ തന്നെ ധാരാളം സഹിയായ ഹദീസ് ഉണ്ട് എന്നല്ലേ അതിൻ്റെ ധ്വനി. എന്നാ നിങ്ങൾക്ക് ഒരായത്ത് തെളിവുണ്ടോ? നിങ്ങൾ പറയണില്ല. ഇനി ഹദീസ് നിങ്ങൾക്ക് തെളിവുണ്ടോ? ഞങ്ങൾ ഉദ്ധരിക്കുന്ന ഹദീസുകളൊക്കെ നിങ്ങൾ പറയുന്ന അതൊക്കെ ലഈഫാണ്, ദുർബലാണെന്നാ. മാത്രമല്ല ഏതോ ഒരു പണ്ഡിതന്റെ ഉദ്ധരണി എടുത്തിട്ട് നിങ്ങൾ പറയേണ്ടതൊക്കെ ബേസ്ലെസ് ആണ്. ഒരു ബേസും ഇല്ല, ബേസ്ലെസ് എന്നാണ് നിങ്ങൾ പ്രയോഗിച്ചത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അങ്ങനെ അടിസ്ഥാനമില്ലാത്തതാ ഞങ്ങൾ ഉദ്ധരിക്കുന്ന ഹദീസുകളൊക്കെ. ഞങ്ങളായിട്ടുണ്ടാക്കിയ ഹദീസുകളാ. ആഭരണത്തിന് സക്കാത്ത് ഉണ്ട് എന്ന് പറയുവാൻ ഞങ്ങൾ ഉദ്ധരിക്കുന്ന ഹദീസുകളൊക്കെ മുൻഗാമികൾ തെളിവാക്കിയ അതേ ഹദീസുകളാണ്. ഇല്ല എന്ന് പറയാൻ നിങ്ങൾ കൊണ്ടുവന്ന ഹദീസ് ഏതാണ്? ബാത്തിലുൻ ലാ അസ്ല ലഹു എന്ന് പണ്ഡിതന്മാര് പറഞ്ഞതാ നിങ്ങൾ കൊണ്ടുവന്നത്. ലൈസ ഫിൽ ഹുലി സക്കാത്തുൻ, ആഭരണത്തിന് സക്കാത്തില്ല എന്ന് നിങ്ങൾ ഉദ്ധരിച്ച ഹദീസ് ബാത്തിലുൻ, അത് അടിസ്ഥാനരഹിതമാണ്, അതാ ബേസ്ലെസ്. അതുപോലെ തന്നെ ലാ അസ്ല ലഹു എന്ന് പറയുന്നത് അതിനെക്കുറിച്ചാണ്, ഒരു അടിസ്ഥാനമില്ല എന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. എന്നിട്ട് 2-3 ഹദീസ് ഉദ്ധരിച്ച ഒരായത്തും 2-3 ഹദീസുകളും പൂർവീകർ ഉദ്ധരിച്ചതുപോലെ ഉദ്ധരിച്ചപ്പോൾ നമ്മൾ ഇമാമിയങ്ങളൊക്കെ ചവിട്ടിത്താഴ്ത്തി ഇജ്തിഹാദ് നടത്തുന്നവർ ഒരൊറ്റ ആയത്തോ ഒരു സഹിഹായ ഹദീസോ ആഭരണത്തിന് സക്കാത്ത് കൊടുക്കണ്ടെന്ന് പറയാൻ വേണ്ടി ഉദ്ധരിക്കാൻ സാധിക്കാത്ത ഹുദവിയോ. മൂപ്പര് ഭയങ്കര മാന്യൻ, മൂപ്പര് സാധു, മൂപ്പര് വളരെ ഉലമാക്കളെ കിതാബൊക്കെ നോക്കി വളരെ കാര്യം അവതരിപ്പിക്കുന്ന നീതിബോധമുള്ള വ്യക്തി. നമ്മളൊക്കെ ഇതിൽ ഈ നേരത്തെ പറഞ്ഞ 6-7 ആരോപണങ്ങൾക്ക് ഇരകൾ. ഇതൊക്കെ ഏത് വിധത്തിലുള്ള ഒരു സ്വഭാവമാണ് ഹുദവി? നിങ്ങളൊന്ന് സ്നേഹബുദ്ധി ആലോചിക്കണം പ്ലീസ്. ഇനി നിങ്ങൾ പറഞ്ഞതെന്താണ്? നിങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾ ഉദ്ധരിച്ച ഹദീസുകളെയൊക്കെ നിങ്ങൾ എന്താ പറഞ്ഞത്? അതൊക്കെ ലഈഫാണ്, അതൊക്കെ ലഈഫാണെന്നാ. എന്നാലോചിച്ച് നോക്കി. നമ്മളെ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു എന്ത്? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച് മഹദിയായ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്. എന്താ പറയുന്നത്? ഒരിക്കൽ അള്ളാഹുവിൻ്റെ റസൂൽ എൻ്റെ അടുത്തേക്ക് കടന്നു വന്നപ്പോൾ എൻ്റെ കയ്യിൽ വെള്ളിയാലുള്ള കുറച്ച് മോതിരങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അള്ളാഹിൻ്റെ റസൂൽ എന്നോട് ചോദിച്ചു, ആയിഷ അതെന്താണ്? അപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, നബിയേ നിങ്ങൾക്ക് മുമ്പിൽ ഭംഗി അണിയാൻ വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. അപ്പോൾ റസൂലുള്ള ചോദിച്ചു, അതിൻ്റെ സക്കാത്ത് കൊടുത്തിട്ടുണ്ടോ? അപ്പം ഞാൻ ഇല്ല എന്ന മട്ടിൽ സംസാരിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ എന്നോട് പറഞ്ഞു, എങ്കിൽ ഹുവ ഹസ്ബുക്കി മിനന്നാർ, എനിക്ക് നരകത്ത് പോകാൻ അതെന്നെ മതി. ഇത് നമ്മൾ ഉദ്ധരിച്ചിരുന്നു. ഇത് വായിച്ചിട്ട് എന്താ ചെയ്യുന്നത്? ഹുദവി പറയണ് അതൊക്കെ ലഈഫാണ്, ഒരൊറ്റ സഹിഹായ ഹദീസും
പറയാൻ വിമർശകന്മാർക്ക് പറ്റുന്നില്ല എന്ന് പറയുന്നു. എന്നാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ ഹദീസ് ആരൊക്കെ ഇത് സഹീഹാണെന്ന് പറഞ്ഞിട്ടുണ്ട്? ഞങ്ങളിതൊക്കെ നോക്കാതെ പറഞ്ഞതാണെന്നാണോ ഹുദൈ പറയുന്നത്? നമ്മൾ പോക്കറ്റിൽ നിന്ന് എടുത്ത് വെറുതെ എങ്ങനെ പറയണതാ? എന്നാ കേട്ടോളൂ. ഖാലൽ ഹാക്കിം, ഇമാം ഹാക്കിം പറയാണ്, ഹാദാ ഹദീസുൻ സഹീഹുൻ, ഇത് സഹീഹായ ഹദീസാണ്, അലാ ശർത്തി ശൈഖൈനി, ബുഖാരിയുടെയും മുസ്ലിമിൻ്റെയും ഷർത്തത്തെ ഹദീസാണ്. അതേ അഭിപ്രായത്തോട് വവാഫഖഹു ദഹബി, ഇമാം ദഹബി അതിനോട് യോജിപ്പും പ്രകടിപ്പിച്ചു. തീർന്നില്ല, ഇമാം ബൈഹഖി പറയുന്നു ഇതിൻ്റെ സനദ് ഇസ്നാദുഹു ഹസനുൻ, ഇത് നല്ല സനദാണ്, ഹസനായ ഹദീസാണിത്, ഇതിൻ്റെ സനദ് ഹസനാണ്. ഇബ്നു ഹജർ അൽ അസ്ഖലാനി അദ്ദേഹം പറയുന്നു വ ഇസ്നാദുഹു അലാ ശർത്തി സഹീഹി, ഇത് സഹീഹിന്റെ ഷർത്തൊത്തിട്ടുള്ള സനദാണ്. ആരാ പറയുന്നത്? ഇബ്നു ഹജർ അൽ അസ്ഖലാനി. ഇനി ഇബ്നു ദഖീഖുൽ ഈദ് റഹിമഹുല്ലാഹ് പറയുന്നു ഹുവ അലാ ശർത്തി മുസ്ലിം, മുസ്ലിമിന്റെ ഷർത്തൊത്തിട്ടുള്ള ഹദീസാണിത് എന്ന്. മാത്രമല്ല ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു റവാഹു അബൂ ദാവൂദ് ബി ഇസ്നാദിൻ ഹസനിൻ, ഹസനായ പരമ്പരയോട് അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഹാഫിദുൽ മുൻസിരി അദ്ദേഹത്തിന്റെ തർഗീബ് വ തർഹീബിൽ പറയുന്നു ഇത് അബൂ ദാവൂദും ദാറഖുത്നിയും ഉദ്ധരിച്ചിട്ടുണ്ട്. ഇതിൽ പറയുന്ന യഹ്യ ഇബ്നു അയ്യൂബുൽ ഗാഫിഖി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഇമാം ബുഖാരിയും മുസ്ലിമും തെളിവിന് പിടിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ വിമർശിച്ചത് ശരിക്കും വിമർശനത്തിന് അദ്ദേഹം അർഹനല്ല. അദ്ദേഹത്തെ വിമർശിച്ചവരുടെ വിമർശനം പരിഗണിക്കപ്പെടേണ്ടതല്ല എന്നൊക്കെ ആര് പറയുന്നു? ഹാഫിദ് മുൻസിരി പറയുന്നു. ഇബ്നുൽ മുലഖിൻ അദ്ദേഹത്തിന്റെ ബദറുൽ മുനീർ എന്ന ഗ്രന്ഥത്തിൽ ഇതിനെ സഹിഹാക്കുന്നു. നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ, ആധുനികനായ ഇമാം നാസിറുദ്ദീനുൽ അൽബാനി അദ്ദേഹം ഇത് അദ്ദേഹത്തിന്റെ സഹീഹിൽ സഹീഹാണെന്ന് രേഖപ്പെടുത്തുന്നു. നോക്കണം നിങ്ങൾ, ഇതൊക്കെ ഞങ്ങൾ വായിച്ചിട്ടെന്നല്ലേ ഞങ്ങൾ പറയുന്നത്. എന്നിട്ട് നിങ്ങൾ ഒരു ദഈഫാക്കിയവരെ മാത്രം ഇങ്ങോട്ട് പറയാ, അത് മാത്രം പറയല. അപ്പം നീതിയായോ? നിങ്ങൾ നമ്മളോട് പറഞ്ഞല്ലോ അതിൻ്റെ നീതി ആയില്ല. നിങ്ങളിപ്പോൾ ചെയ്തത് നീതിയാ? അപ്പം ഇവരൊക്കെ ഉദ്ധരിച്ചിട്ടുള്ളൊരു ഹദീസ് നമ്മൾ പറഞ്ഞാൽ അത് പിന്നെ ഒന്നോ രണ്ടോ ഹദീസ് ഉദ്ധരിച്ചിട്ട് ഇമാമിങ്ങൾ പറഞ്ഞതിനെതിരെ പറയൽ വിവരക്കേടാണ്, ധിക്കാരാണെന്നൊക്കെ പറയുന്നത് എന്തുമാത്രം ഹീനമായൊരു കാര്യമാണ് ഹുദവി. അങ്ങനെയാണോ നിങ്ങൾ വിമർശനം പഠിച്ചിട്ടുള്ളത്? ഇനി ആലോചിച്ച് നോക്കൂ. രണ്ടാമത്തെ, അപ്പം ഈ ഹദീസ് സഹീഹാണ്, ഇതാണ് ആഭരണത്തിന് സക്കാത്തുണ്ട് എന്ന് പറയുന്ന ഇമാമിങ്ങൾ ഉദ്ധരിച്ച ഒരു ഹദീസ്. ആയത്ത് ഞാൻ പറഞ്ഞു. ഇനി ഹദീസിലേക്ക് വരികയാണ്. ഞങ്ങൾ ഉദ്ധരിച്ചത് ദുർബലമായ ഹദീസല്ല, സഹീഹാണ് എന്ന് ഇമാമിങ്ങൾ പറഞ്ഞതാണ്. ഞങ്ങളെ വകയായിട്ട് ഞങ്ങൾക്ക് വേണ്ടി സഹിയാക്കിയതല്ല. ഇനി അടുത്ത ഹദീസ് കേട്ടോ. നിങ്ങൾ പറഞ്ഞത് എന്താണ്? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ ഞങ്ങൾ ഉദ്ധരിച്ചിരുന്ന ഹദീസാണത്. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ യമനിൽ നിന്ന് ഒരു സ്ത്രീ കടന്നു വന്നു. ആ കടന്നു വന്ന സ്ത്രീയുടെ കൂടെ ആരുണ്ടായിരുന്നു? ഒരു പെൺകുട്ടിയും ഉണ്ടായിരുന്നു. ആ പെൺകുട്ടിയുടെ കയ്യിൽ മസക്കത്താനി, 2 കടക വളകൾ ഉണ്ടായിരുന്നു, നല്ല കട്ടിയുള്ള വളകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നീ അതിൻ്റെ സക്കാത്ത് കൊടുത്തിട്ടുണ്ടോ? അപ്പോൾ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്ത്രീയോട് പറഞ്ഞു, ഈ 2 വളകൾക്ക് പകരം നരകത്തീ കൊണ്ടുള്ള വളകൾ നിന്നെ അണിയിക്കുന്നത് നീ ഇഷ്ടപ്പെടുമോ? ഗൗരവത്തോടെ ചോദിച്ചപ്പോൾ ആ സ്ത്രീ ആ വളയങ്ങൾ ഒന്ന് ഊരി കൊടുത്തു. ഇത് അള്ളാഹുവിനും റസൂലിനും ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ വളയങ്ങ് ഊരിക്കൊടുത്തു. ഈ ഹദീസ് ആഭരണത്തിന് സക്കാത്ത് ഉണ്ട് എന്ന് പറയുന്നതിന് രേഖയായി ഞങ്ങൾ പറയാറുണ്ട്. അത് ഞങ്ങളെ വകയായിട്ട് പറയുന്നതല്ല, ഞങ്ങളുടെ വകയായിട്ട് പറയുന്നതല്ലാതെ മറിച്ച് കൃത്യമായി ആ ഹദീസിന്റെ സനദിനെ സംബന്ധിച്ച് നിങ്ങൾ പറഞ്ഞല്ലോ ആ ഹദീസ് ദുർബലാണെന്ന് പറഞ്ഞില്ലേ? എന്നാ അത് സഹീഹാക്കിയരെ കേട്ടോ. ഖാല ഇബ്നുൽ ഖത്താൻ എന്ന പണ്ഡിതൻ പറയുന്നു, വഹാദാ ഇസ്നാദുൻ സഹീഹുൻ, ഇത് സഹീഹായ പരമ്പരയോടുകൂടി വന്നതാണ്. ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി പറയുന്നു റഹിമഹുല്ലാഹ് പറയുന്നു, ഇസ്നാദുഹു ഖവിയ്യുൻ, ഇതിന്റെ പരമ്പര ശക്തമാണ്. മാത്രമല്ല ഇതിനെ ദുർബലമാണെന്ന് പറഞ്ഞവരുടെ വാദത്തെ ആര് ഗണ്ണിക്കുന്നുമുണ്ട്? പല പണ്ഡിതന്മാരും അവരുടേതായ ഗ്രന്ഥങ്ങളിൽ ഗണ്ണിക്കുന്നുമുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതേപോലെ ഇമാം സൈലഈ അദ്ദേഹവും പറയുന്നുണ്ട്, ഇതിൻ്റെ സനദ് തഖൂമു ബിഹിൽ ഹുജ്ജത്തു, തെളിവിന് കൊള്ളാവുന്ന ആ രൂപത്തിലുള്ള സനദാണിത് എന്ന്. അപ്പോൾ ഞങ്ങൾ ഉദ്ധരിച്ച രണ്ടാമത്തെ ഹദീസും സഹീഹാണ്, ഞങ്ങളെ വകയേറ്റ് പറഞ്ഞതാ. ആഭരണത്തിന് സക്കാത്തുണ്ട് എന്ന് പറയുന്ന ഉലമാ കൊടുത്ത തെളിവാ ഞങ്ങൾ എടുത്ത് വായിച്ചത്. പോക്കറ്റിൽ നിന്ന് എടുത്ത ഹദീസല്ല, ഒറ്റ സഹീഹുമില്ല എന്ന് പറഞ്ഞില്ലേ. ഇനി മൂന്നാമത് ഞങ്ങൾ ഉദ്ധരിച്ചിരുന്നു എന്ത്? മൂന്നാമത് ഉദ്ധരിച്ച മറ്റൊരു സംഭവം ഉണ്ടായിരുന്നു. അതെന്താ? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്നതാ ഒരിക്കൽ
പിന്നെ ഉമ്മു സലമ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്, ഞാൻ സ്വർണത്തിൻ്റെ മാല ധരിക്കാറുണ്ട്. അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂലിനോട് ഞാൻ ചോദിച്ചു, നബിയേ അത് നിധിയാണോ, അത് കെൻസ് ആണോ? ഖുർആനിൽ കെൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം അത് ആ രൂപത്തിൽ ശിക്ഷ കിട്ടുന്ന നിധിയാണോ? അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, മാ ബലഗാൻ തുഅദ്ദാ സകാത്തുഹു ഫസുക്കിയ ഫലൈസ ബികൻസിൻ. സക്കാത്ത് കൊടുക്കുവാനുള്ള അളവെത്തുകയും എന്നിട്ടതിൻ്റെ സക്കാത്ത് കൊടുക്കപ്പെടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വിരോധമുള്ള കെൻസിൽപ്പെട്ടതല്ല എന്ന് പറഞ്ഞ സംഭവം. ഇതും എന്ത് ചെയ്യാണ്? ഹുദവി പറയണം ഒക്കെ ലഈഫാണ്, ഒക്കെ ദുർബലമായതെടുത്ത് ഇങ്ങനെ ഉദ്ധരിക്കുകയാണ്. എന്നാലോചിച്ച് നോക്കി നിങ്ങൾ. എന്നാൽ ഇതിൻ്റെ സനദിനെ കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞതെന്താ? ഖാലൽ ഹാക്കിം ഹദീസുൻ സഹീഹുൻ അലാ ശർത്തിൽ ബുഖാരി. ബുഖാരിയുടെ ഷർത്തത്വ സഹീഹായ ഹദീസാണ്. ഇമാം ഹാക്കിം സ്വയം ഇജ്തിഹാദ് പറഞ്ഞതാ, അലിമീങ്ങളെ ചവിട്ടിത്താത്തി പറഞ്ഞതാ. ദഹബിയും അദ്ദേഹത്തോട് ഈ വിഷയത്തിൽ യോജിക്കുന്നുണ്ട്, ഇമാം ദഹബിയും. അതേപോലെ തന്നെ ഈ വിഷയത്തിൽ അതിന് പോരായ്മ പറഞ്ഞ ആളുകൾക്ക് ഖണ്ഡനം പണ്ഡിതന്മാർ നൽകിയിട്ടുണ്ട്. മാത്രമല്ല ഇമാം ദഹബി റഹിമഹുല്ല പറയണേ, ഇതിനൊരു തകരാറും ഞാൻ കാണുന്നില്ല. ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്കലാനി ഫത്ഹുൽ ബാരിയിൽ പറയുകയാണ്, നമ്മുടെ ശൈഖ് ശറഹ് തുർമുദിയിൽ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്. എന്ത്? അന്ന സനദഹു ജയ്യിദുൻ, ഇതിന്റെ സനദ് വളരെ നല്ലതാണ്. മാത്രമല്ല ഇമാം സുയൂത്തി അത് ഹസനാണെന്ന് ജാമിഉ സഗീറിൽ സൂചന പറഞ്ഞിട്ടുണ്ട്. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഗ്രന്ഥത്തിൽ അത് ഹസനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഈ ഹദീസിനെ കുറിച്ചും ഇത് സഹീഹാണെന്നും ഹസനാണെന്നും ഒക്കെ അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരാണ് ആര്? ഇമാം ഇബ്നു അബ്ദുൽ ബർർ, അൽ ബൈഹഖി, ഇറാഖി, ഇമാം നവവി, ഇമാം ദഹബി, ഇമാം ഇബ്നുൽ ഖത്താൻ, ഇമാം സൈലഈ, സുയൂത്തി റഹിമഹുല്ലാഹ്, ഇവരൊക്കെ അഭിപ്രായം പറഞ്ഞവരാണ്. എന്നാലോചിച്ച് നോക്കി, എന്തിനാണ് ഞാനിത് ഇത്ര വിശദീകരിച്ച് പറയുന്നത്? ഹുദവി പതുക്കങ്ങനെ പറഞ്ഞു കൂട്ടിയിട്ട് നമ്മളൊക്കെ ഒരു ഹദീസിനെ പറ്റി അതിനൊന്നും നോക്കിയിട്ടില്ല, ഉലമാക്കളുടെ അഭിപ്രായം ഒന്നും നോക്കാതെ വെറുതെ അങ്ങോട്ട് വിളിച്ചു പറയണം, ഓരോട് എനിക്ക് വർത്താനല്ല എന്നൊക്കെ അങ്ങോട്ട് പറയുമ്പോൾ വിഷമം തോന്നുകയാണ്. അതുകൊണ്ട് അതൊക്കെ ഇത്രയും പറയേണ്ടി വരുന്നത്. ഇനിയിപ്പോൾ ഈ പറഞ്ഞ മൂന്നും ഇപ്പോൾ സഹിഹാക്കി പണ്ഡിതന്മാരൊരു തെളിവുമാക്കി നമ്മൾ പറഞ്ഞല്ലോ. ഇനി ഹുദവി കൊണ്ടുവന്ന ഏക പ്രമാണം എന്താ? ഹദീസ് ലൈസ ഫിൽ ഹുലിയി സക്കാത്തുൻ, ആഭരണത്തിൽ സക്കാത്തില്ല. ആ ഹദീസിനെ കുറിച്ച് എന്താ പണ്ഡിതന്മാർ പറഞ്ഞത്? ആ ഹദീസ് സഹിഹാക്കി ആരെങ്കിലും ഉണ്ടോ? എന്താ അതിനെപ്പറ്റി പറയുന്നത്? കണ്ടോ, ലൈസ ഫിൽ ഹുലിയി സക്കാത്തുൻ ലാ അസ്ല ലഹു, അതിന് ഒരടിസ്ഥാനമല്ല. ആദാ ബേസിലസ് എന്ന് പറയേണ്ടത് മനസ്സിലാക്കിക്കൊള്ളി. അതിന് ലാ അസ്ല ലഹു, ബാത്തിലുൻ ലാ അസ്ല ലഹു എന്നാ പറഞ്ഞത്, നിരർത്ഥകമാണ്, അതിനൊരടിസ്ഥാനമില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. അപ്പം സഹോദരന്മാരെ, ഒരു ഹദീസ് അതിന് ഉദ്ധരിക്കാനില്ല. അപ്പം ഹദീസുകളുടെ അവസ്ഥ അങ്ങനെയാണ്. പിന്നെ ഈ വിഷയത്തിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരൊറ്റ ഹദീസും നബിയിൽ നിന്ന് സഹീഹായി വന്നിട്ടില്ല എന്ന് തിർമിദി തന്നെ പറഞ്ഞിട്ടുണ്ട്, പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഹുദവി വേറൊരു കാര്യത്തിൻ്റെ ഇടയ്ക്ക് പറയുന്നത്. ഹുദവി, നിങ്ങൾ പറയുന്നത് നീതിയാണെങ്കിൽ അതിൻ്റെ അപ്പുറം അതിന് ഖണ്ഡനം പറഞ്ഞതും പറയണ്ടേ? തിർമിദി ഇമാമിന് അങ്ങനെ അഭിപ്രായം ഉണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? ഒറ്റ ഹദീസും ആ വിഷയത്തിൽ അദ്ദേഹത്തിന് സ്വീകാര്യമായിട്ട് കിട്ടിയിട്ടില്ല എന്നല്ല അതിനർത്ഥമുള്ളൂ. അതിനെ ശക്തമായി ഗണ്ണിച്ചുകൊണ്ട് പണ്ഡിതന്മാർ ഇമാം തിർമിദിയുടെ അഭിപ്രായം ശരിയല്ല എന്ന് പറഞ്ഞിട്ടില്ലേ? ആരൊക്കെ പറഞ്ഞു? ഇമാം സൈലഈ റഹിമഹുല്ലാ, ഇബ്നു ഹജർ അൽ അസ്കലാനി റഹിമഹുല്ലാ, ഇബ്നുൽ മുലഖിൻ റഹിമഹുല്ലാ, ഇബ്നുൽ ഖത്താൻ റഹിമഹുല്ലാ, അതേപോലെ തന്നെ ആധുനിക പണ്ഡിതന്മാരായ അഹ്മദ് ഷാക്കിർ റഹിമഹുല്ലാ, അതേപോലെ ഇമാം അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി പോലുള്ളവരൊക്കെ അതിന് ഖണ്ഡനം പറഞ്ഞിട്ടില്ലേ? മാത്രല്ല സഹീഹുൽ ബുഖാരിക്ക് വ്യാഖ്യാനമായ ഉംദത്തുൽ ഖാരി എന്ന ഗ്രന്ഥം എഴുതിയിട്ടുള്ള ബദറുദ്ദീനുൽ ഐനി അദ്ദേഹം എന്താ പറഞ്ഞത്? നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കൂ. വലാ യൽസമു മിൻ ഖൗലി തിർമിദി ലാ യസിഹു ഫി ഹാദൽ ബാബി അനിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശൈഉൻ അല്ലാ യസിഹ ഇൻദ ഗൈരിഹി ഫഫ്ഹം. അദ്ദേഹം പറയാണ്, ഇമാം തിർമിദി ഈ വിഷയത്തിൽ ഒരൊറ്റ ഹദീസും സഹിയായി നബിയിൽ നിന്ന് വന്നിട്ടില്ല എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുക്കൽ സഹിയായിട്ടില്ല എന്നല്ലേ വരുള്ളൂ. വേറുള്ളവർക്ക് സഹിഹായി കിട്ടിയില്ല എന്ന് അതുകൊണ്ട് വരുമോ? അതുകൊണ്ട് ഫഫ്ഹം നീ ചിന്തിക്കുന്നു. ആര് പറയുന്നു? ബദറുദ്ദീനുൽ ഐനി അദ്ദേഹത്തിൻ്റെ ഉംദത്തുൽ ഖാരിയിലും രേഖപ്പെടുത്തുന്നു. പിന്നെ മൂപ്പര് പറയുന്നത് എന്താണ്? ആകെ സഹാബികളിൽ നിന്ന് ആഭരണത്തിന് സക്കാത്ത് കൊടുക്കണം എന്നുള്ള അഭിപ്രായം ആർക്ക് മാത്രമേ ഉള്ളൂ? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മാത്രമേ ഉള്ളൂ. അതെങ്ങനെയാണ് നിങ്ങൾ നോക്കാതെ പറയുന്നത്? വേറെയും എത്രയോ സഹാബിമാർക്ക് അങ്ങനെ കൊടുക്കണം എന്നും അഭിപ്രായമല്ലേ?
അങ്ങനെ കൊടുക്കണമെന്ന അഭിപ്രായം പറഞ്ഞ സഹാബിമാരില്ലേ? ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുമാ, ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ഒരു വാക്ക്, അവരുദ്ധരിച്ചൊരു ഹദീസ് പോലെയുള്ളതൊക്കെ ഇതിന് ബോൽബലകമായ തെളിവുകളല്ലേ? ഇനി താബീഈങ്ങളിലേക്കാണ് എടുത്തു നോക്കിയാലോ? താബീഈങ്ങളെ എണ്ണി പറയുന്നിടത്തും നമുക്കിതേപോലെ തന്നെയുള്ള ആളുകളെ കണ്ടൂടെ? മൈമൂൻ ഇബ്നു മെഹ്റാൻ, ജാബിർ ഇബ്നു സയ്യിദ്, ഹസൻ ഇബ്നു സാലിഹ്, ഇമാം അബൂ ഹനീഫ, ദാവൂദുൽ ലാഹിരി, അബ്ദുല്ലാഹി ഇബ്നു ശദ്ദാദ്, ഇബ്നു ശുബ്റുമ, ഇമാം ഔസാഇ, അൽ ഹസൻ ഇബ്നു ഹുയയ്യ്, ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരു റിപ്പോർട്ടിൽ, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരു റിപ്പോർട്ടിൽ, ഇബ്നു ഹസം റഹിമഹുല്ലാ, ഇവരൊക്കെ ഇത് വേണമെന്ന് പറഞ്ഞവരല്ലേ? ഇവരൊക്കെ ഇത് നിർബന്ധാന്ന് പറഞ്ഞവരല്ലേ? റഹ്മത്തുള്ളാഹി അലൈഹിം ഇവരൊക്കെ അഭിപ്രായം പറഞ്ഞവരല്ലേ? അതേ അവസരത്തിൽ വേണ്ടാതെ അഭിപ്രായം പറഞ്ഞവരും ഉണ്ട്. കുറേ സഹാബിമാരിങ്ങൾ എണ്ണി പറഞ്ഞവരൊക്കെ ഉണ്ട്. അതിൻ്റെ പുറമേയുള്ള പല താബീയങ്ങളും ഒക്കെ ഉണ്ട്. അതിൽ ആരും നിഷേധിച്ചിട്ടില്ലല്ലോ. ഇവിടെ നിങ്ങളൊരു കാര്യം നോക്കൂ, എന്താണ് ഇവരുടെ ഈ വിഷയത്തിൽ ഇപ്പൊ ഖുർആൻ എന്താണ് പറയുന്നത്, ഹദീസുകളിൽ എന്താണ് വന്നത്, സഹാബികൾ എന്താണ് പറയുന്നത് എന്നൊക്കെ അഭിപ്രായ വ്യത്യാസം വന്നാൽ, അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ ഉദാഹരണമായിട്ട് മിർആത്തുൽ മഫാത്തിഹ് എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്ന ഒരു വാചകം ഞാൻ നിങ്ങളെ കേൾപ്പിക്കട്ടെ. അൽ ആസാറു വറദത്ത് അനി സലഫി ഖാദിയ ബി അദമി വുജൂബിഹാ ഫിൽ ഹില്യ, ആഭരണത്തിന് സക്കാത്ത് ഇല്ല എന്ന് പറയുന്ന വിധത്തിൽ മുൻഗാമികളിൽ നിന്ന് ചില ആസാറുകൾ വന്നിട്ടുണ്ട്. പക്ഷേ ഇനി കേട്ടോ, വലാകിൻ ബഅദ സിഹ്ഹത്തിൽ ഹദീസി, ഹദീസ് സഹീഹായി വന്നാൽ പിന്നെ ലാ അസറലിൽ ആസാരി, ഒരാസാറുകൾക്കും പിന്നെ ഒരാസറുമില്ല. ആരുടെ എത്ര ആസാറ് കൊണ്ടുവന്നിട്ടും കാര്യമല്ല. ഹദീസ് സഹിയായി വന്നാൽ പിന്നെ ഇനി മറ്റൊരാളുടെ അഭിപ്രായത്തിന് എന്ത് പ്രസക്തിയാണുള്ളത്? ഇതാണ് സലഫികൾ ചോദിക്കുന്നത്, നമ്മൾ ചോദിക്കല്ല. ഇതന്നെ പൂർവികരായ ആളുകൾ ചോദിച്ച ചോദ്യമാണ്. ഇനി ഷാഫി മദ്ഹബിൽ നിങ്ങൾ പറഞ്ഞല്ലോ, നമ്മളെ മദ്ഹബ് ഷാഫി മദ്ഹബാണ്. ഷാഫി ഇമാമിൻ്റെ ഈ വിഷയത്തിൽ അഭിപ്രായം എന്താ? ഷാഫി ഇമാം പണ്ട് അദ്ദേഹത്തിന് രണ്ട് അഭിപ്രായമുണ്ട്. ഷാഫി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹിക്ക് പല വിഷയങ്ങളിലും. അദ്ദേഹം ഇറാഖിൽ ജീവിച്ചൊരു കാലഘട്ടം ആദ്യകാലം, പിന്നീട് ഈജിപ്തിലേക്ക് താമസം മാറ്റിയ അവസാന കാലഘട്ടം രണ്ടാം ഘട്ടം. ഇറാഖിൽ അദ്ദേഹത്തിന് ലഭിച്ച പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുള്ള അഭിപ്രായങ്ങൾ അദ്ദേഹത്തിൻ്റെ ഖദീമായ അഭിപ്രായം അഥവാ പഴയ കൗല് എന്ന നിലക്കും, ഈജിപ്തിലേക്ക് താമസം മാറിയതിൻ്റെ ശേഷം അദ്ദേഹം പറയാറുള്ള പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ പറയുന്ന അഭിപ്രായങ്ങളെ ജദീദായ അഭിപ്രായം എന്ന് പറയാറുണ്ട്. എന്താണ് ഈ വിഷയത്തിൽ ഷാഫി ഇമാമിൻ്റെ ജദീദായ അഭിപ്രായം? ഇല്ല എന്ന് പറഞ്ഞിരുന്ന ഷാഫി ഇമാം എന്തു ചെയ്തു? അദ്ദേഹത്തിന് പല മസലകളിലും അദ്ദേഹത്തിന് അങ്ങനെ ആശങ്ക തോന്നുമ്പോൾ അദ്ദേഹം എന്ത് ചെയ്യും? ഇസ്തിഖാറത്ത് നിസ്കരിച്ചിട്ട് അള്ളാഹിനോട് തേടും എന്നാണ്. ഏതാ പതിൽ ശരി? അങ്ങനെ മഹാനായ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയെ സംബന്ധിച്ച് കിതാബുകളിൽ കാണാം. എന്താണ് മഹാനവറുകളെ കുറിച്ച് കിതാബുകളിൽ വന്നിട്ടുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണ്? വസ്തഖാറല്ലാഹ ഫീഹി ശാഫിഈയു വഖ്താറഹു. ഏതാ വഖ്താറഹു എന്ന് പറഞ്ഞാൽ തജിബു ഫീഹി സകാത്തു, ആഭരണത്തിൽ സകാത്ത് നിർബന്ധമാണ്. ഇനി കേട്ടോ, വസ്തഖാറല്ലാഹ, അള്ളാഹുവിനോട് ഖൈറിനെ തേടി, ഫീഹി ആ വിഷയത്തിൽ, ആരിയ ശാഫിഈയു ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ഇസ്തിഖാറത്ത് നിസ്കരിച്ച് തേടിയപ്പോൾ വഖ്താറഹു, സകാത്ത് കൊടുക്കൽ നിർബന്ധമാണ് എന്ന അഭിപ്രായത്തെയാണ് അദ്ദേഹം സെലക്ട് ചെയ്തത്. അതാണ് അദ്ദേഹത്തിന് നന്നായി തോന്നിയത്. അപ്പം നിങ്ങൾ പറഞ്ഞ ഷാഫി മദ്ഹബ് മുഴുവൻ പോലും അതിൻ്റെ ടോപ്പ് ലീഡറായ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പിൻബലം പോലും അതിനുണ്ടോ? ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾ. ഇതൊക്കെ ഗ്രന്ഥങ്ങളിലില്ല. ഇതൊക്കെ വായിക്കാതെ നിങ്ങൾ നമ്മളെ പറ്റിയിട്ട് ഇങ്ങനെ സ്വയം ഇജ്തിഹാദ് ക്ഷമയാണ്, ഉലമാക്കളെ ചവിട്ടിത്താഴ്ത്തുകയാണ് എന്നൊക്കെയാണ് പറയാൻ പാടുണ്ടോ ഹുദവി? നിങ്ങളിതൊക്കെ ഒന്ന് പരിശോധിക്കണ്ടേ? അപ്പം അതുകൊണ്ട് തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നൊരു വിഷയത്തിൽ നമ്മൾ ഏതെങ്കിലും ഒരു മദ്ഹബിൻ്റെ ആളായിട്ട് മാറുകയല്ല. ഏത് മദ്ഹബുകളിൽ ഏതിനെ സംബന്ധിച്ചൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവട്ടെ, ഭൂരിപക്ഷമാവട്ടെ ന്യൂനപക്ഷമാവട്ടെ, പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ആരാണോ അഭിപ്രായം പറയുന്നത് അതല്ലേ അന്തിമമായ അഭിപ്രായമായി പരിഗണിക്കപ്പെടുക. അത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമല്ലേ? വഇൻ തനാസഅതും ഫീ ഷൈഇൻ, ഒരു വിഷയത്തിൽ നിങ്ങൾ അഭിപ്രായാന്തരമുള്ളവരായാൽ ഫറുദ്ദൂഹു ഇലല്ലാഹി വർ-റസൂൽ, നിങ്ങൾ അല്ലാഹുവിലേക്ക് മടക്കൂ, അഥവാ അല്ലാഹുവിൻ്റെ കിതാബിലേക്ക് മടക്കണേ, വർ-റസൂൽ, റസൂലിലേക്ക് മടക്കണേ. ജീവിച്ചിരിക്കുന്ന കാലത്ത് റസൂലുണ്ട്, റസൂലുള്ളാഹിയുടെ വഫാത്തിൻ്റെ ശേഷം അവിടുത്തെ ഹദീസുകളുമാണ് ഉദ്ദേശം. അതല്ലേ അല്ലാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്നവരുടെ ലക്ഷണം എന്ന് ഖുർആൻ പറഞ്ഞത്?
അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് പറഞ്ഞത്, ഇങ്ങനെ രണ്ടഭിപ്രായം ഉണ്ട് എന്ന് ഞങ്ങൾക്കൊക്കെ അറിയാം. ഞാൻ തന്നെ അത് സൗദിയിൽ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഈ വിഷയത്തിൽ പൂർവികരിക്കിടയിൽ പല അഭിപ്രായമുണ്ട്. കൊടുക്കണം എന്ന് പറയുന്നവരുണ്ട്, കൊടുക്കണ്ടെന്ന് പറയുന്നവരുണ്ട്. അത് പറഞ്ഞിട്ടില്ലെങ്കിൽ അല്ലേ നമ്മൾ നീതിയോടുകൂടെ പറഞ്ഞില്ല എന്ന് പറയാ ഹുദവി? നമ്മളത് പറഞ്ഞില്ലേ? ഞാനത് പറഞ്ഞില്ലേ? അവിടുന്ന് രണ്ടഭിപ്രായമുണ്ട്. എന്നാൽ പ്രമാണങ്ങളോട് യോജിക്കുന്ന നിലക്ക് നമുക്ക് പരലോകത്തേക്ക് നല്ലത്, ഖബറിലേക്ക് നല്ലത്, മഹ്ശറിൽ നല്ലത്, നമ്മളെ മീസാനിൽ കനം തൂങ്ങാൻ നല്ലത് കൊടുക്കണം എന്നുള്ള അഭിപ്രായം പറഞ്ഞവരുടേതാണ്. മറ്റു വീക്ഷണങ്ങളും ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടല്ലേ ഈ വിഷയം പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ഏതെങ്കിലും ഒക്കെ ഒളിപ്പിച്ചു വെച്ചിട്ട് ഇത് മാത്രമാണ് ശരിയെന്ന് ഞാനാണ് ഗവേഷണം വിളിച്ചു പറഞ്ഞതാ? അങ്ങനെയല്ലേ നിങ്ങൾ ധ്വനിപ്പിച്ചത്? അപ്പം അതുകൊണ്ട് പ്രമാണങ്ങൾ ആരുദ്ധരിച്ചുവോ ആ പ്രമാണങ്ങൾ ഉദ്ധരിച്ച് പറയുന്ന അഭിപ്രായം ആരുടേതാണ് എന്നുള്ളത് നോക്കിയ ഉലമാ ആഭരണത്തിന് സക്കാത്ത് കൊടുക്കണം എന്ന് പറയുന്ന അഭിപ്രായത്തിനോടാണ് പക്ഷം ചേർന്നത്. അതന്നെയാണ് ഞങ്ങളും സമൂഹത്തോട് പറയുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ വിഷയത്തിൽ നമുക്ക് ഏറ്റവും നല്ലത് പ്രമാണങ്ങളിൽ പറഞ്ഞ സക്കാത്ത് കൊടുക്കണം എന്നുള്ള അഭിപ്രായം തന്നെയാണ്. ആ വിഷയത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഒരല്പം എൻ്റെ സംസാരം നീണ്ടുപോയിട്ടുണ്ട്. കാരണം അദ്ദേഹം പല വിധത്തിലും ആ കാര്യത്തെ സംബന്ധിച്ച് പറഞ്ഞ് തെറ്റിദ്ധാരണകൾ പറഞ്ഞതുകൊണ്ടാണ് ഈ വിഷയത്തെ സംബന്ധിച്ച് അല്പം ദീർഘിച്ച് സംസാരിക്കേണ്ടി വന്നത്. എന്തായാലും സത്യത്തെ സത്യമായി മനസ്സിലാക്കുവാൻ അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ വിഷയത്തിൽ ഏതെങ്കിലും ഒരു വാശിയുടെയോ ആരെയെങ്കിലും തോൽപ്പിക്കലോ ഒന്നും ലക്ഷ്യമില്ല. ഉള്ളതുപോലെ പറയൽ മാത്രമാണ് ഉദ്ദേശം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.